നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളൊരു ഓപ്ഷൻ. ചില മൊബൈൽ ഫോണിൽ, അതായത് പഴയ മൊബൈൽ ഫോണിലൊക്കെ DND എന്നാലും കാണാൻ സാധിക്കുക. ഈ നോട്ടിഫിക്കേഷൻ ബാറിലുള്ള ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള ഈ ഫീച്ചർ എന്താണ്, അതെന്തിനു ഉപയോഗിക്കുന്നതാണ്, അതിനകത്തുള്ള ഫീച്ചറുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എല്ലാവരുടെ മൊബൈൽ ഫോണും ഉണ്ടാവും നോട്ടിഫിക്കേഷൻ ബാറിൽ ഈ DND, ഈ ഡു നോട്ട് ഡിസ്റ്റർബ് നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ഇതിൽ എന്തൊക്കെയാണോ സെറ്റ് ചെയ്ത് വെക്കുന്നത് ആ ഫീച്ചറുകൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സൈലൻറ്റ് മോഡിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറും. നമ്മൾ സാധാരണ നമ്മൾ മൊബൈൽ ഫോൺ സൈലൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മൊബൈൽ ഫോൺ ഒരു റിങ്ങും ഒരു കോളും നമ്മൾ ചിലപ്പോൾ വരുന്നത് അറിയില്ല. മാത്രമല്ല എല്ലാ ഫീച്ചറുകളും നമുക്ക് സൈലൻ്റ് ആയി പോകും. എന്നാൽ അത്യാവശ്യമുള്ള കോളുകൾ നമുക്ക് സൈലൻ്റ് ആകാതിരിക്കുന്നതിന് വേണ്ടി, നമ്മൾ അലാം വെക്കുന്ന സമയത്ത് അലാം നമുക്ക് സൈലൻ്റ് ആകാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് അത് സൗണ്ട് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചറുകൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ DND എന്ന് കാണുന്ന, അതായത് ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള കാണുന്ന ഭാഗം ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ സെറ്റിങ്സിൽ ഇതുപോലെ ഡിസ്റ്റർബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫീച്ചർ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായിട്ട് കോൾസ് എന്നുള്ള ഓപ്ഷൻ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അലോ കോൾസ് എന്നുള്ള ഓപ്ഷൻ കാണും. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 4 ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. 4 ഓപ്ഷനിലാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഒന്ന് ഫ്രം എനിവൺ, നമുക്ക് വരുന്ന എല്ലാ കോളുകളും നമ്മളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത് ഫ്രം കോൺടാക്ട്സ് ഉള്ളി, നമ്മുടെ മൊബൈലിലുള്ള കോൺടാക്റ്റ്, സേവ് ചെയ്ത കോൺടാക്റ്റിൽ നിന്ന് വരുന്ന കോളുകൾ മാത്രം റിംഗ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ എനേബിൾ ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ ഫ്രം സ്റ്റാർഡ് കോൺടാക്റ്റ് ഉള്ളി, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോൺടാക്റ്റുകൾ നമ്മൾ സ്റ്റാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കോൺടാക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാറ്റും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഭാഗത്ത് ഡു നോട്ട് അലോ അനിക്കാ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള ഈ ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഒരു കോളും നമ്മുടെ ഫോണിലേക്ക് വരില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ അലോ റിപ്പീറ്റ് കോളർ, നമുക്ക് അതേ നമ്പറിൽ തന്നെ ഒരുപാട് തവണ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ്. വേണമെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കാം, വേണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ SMS, MMS മെസ്സേജിങ് ആപ്പുകളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സൗകര്യമുണ്ട്. നമ്മൾ നേരത്തെ കോളിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുന്നത് എന്താണോ അതാണ് പിന്നെ നമുക്ക് ഏതെങ്കിലും നമ്മൾ അത്യാവശ്യം ഓഫീസിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഡിസ്റ്റർബ് ആവും തോന്നുകയാണെങ്കിൽ ഈ ഡു നോട്ട് ഡിസ്റ്റർബ് നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ഇതിൽ എന്തൊക്കെയാണോ സെറ്റ് ചെയ്ത് വെക്കുന്നത് ആ ഫീച്ചറുകൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സൈലൻറ്റ് മോഡിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറും. ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് അലോ മെസ്സേജ് എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ ഫീച്ചർ തന്നെയാണ്. അതുപോലത്തെ താഴെ കാണുന്ന ഭാഗത്ത് സി ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഫീച്ചർ കാണും. അത് കാണാൻ സാധിക്കും. നമ്മൾ അലാം, നമ്മുടെ മൊബൈൽ ഫോൺ അലാം വേണമെങ്കിൽ അത് എനേബിൾ ചെയ്ത് വെക്കാം. ഡു നോട്ട് ഡിസ്റ്റർബ് നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ അലാം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മീഡിയ സൗണ്ട്, വീഡിയോ ഓഡിയോ ഒക്കെ നമ്മൾ പ്ലേ ചെയ്യുമ്പം സൗണ്ട് വേണമെന്നുള്ള ഈ ഡു നോട്ട് ഡിസ്റ്റർബ് നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ സൗണ്ട് വേണമെങ്കിൽ നമുക്കിത് എനേബിൾ ചെയ്ത് വെക്കാം. ഈ ഡു നോട്ട് ഡിസ്റ്റർബ് നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു സൗണ്ടും നമുക്ക് ഒരു ഡിസ്റ്റർബ് നമുക്ക് വേണ്ടതാണെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. താഴെ കാണുന്ന ഭാഗത്ത് ടച്ച് സൗണ്ട്, റിമൈൻഡർ, അതുപോലെ തന്നെ ഇവൻറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഓൺ ചെയ്ത് വെക്കാം, വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫീച്ചറുകളൊന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫീച്ചർ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് റിസ്ട്രിക്റ്റ് നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് സൗണ്ട് വേണമെന്നുള്ളതാണ്. ഇപ്പം നമ്മളിത് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നോ സൗണ്ട് ഫ്രം നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഡു നോട്ട് ഡിസ്റ്റർബ് നമ്മൾ എനേബിൾ ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും, പക്ഷേ സൗണ്ട് ഉണ്ടാവില്ല. ഇനി കാണുന്ന ഭാഗത്ത് ഡിഫോൾട്ട് ഡ്യൂറേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എത്ര സമയമാണ് ഈ ഡു നോട്ട് ഡിസ്റ്റർബ് എനേബിൾ ചെയ്ത് വെക്കേണ്ടതെന്നുള്ളതാണ്. ഒരു യുവർ ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഓൺ ആക്കുന്നത് ആ സമയത്തേ ഓൺ ആകുള്ളൂ. നമ്മൾ എപ്പോഴാണോ ഓഫ് ആക്കുന്നത് ആ സമയത്തേ ഇത് വർക്ക് ചെയ്യുള്ളൂ. രണ്ടാമത്തെ 1 ഹവറാണ്, 1 മണിക്കൂർ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 2 മണിക്കൂർ, 3 മണിക്കൂർ എത്രയാണ് വേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആസ്ക് എവരി ടൈം, ഇത് നമുക്ക് എല്ലാ സമയത്തും ഡു നോട്ട് ഡിസ്റ്റർബ് തന്നെയാണ് കിടക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. തുടർന്ന് നമുക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് കൊടുക്കുക. അടുത്തായിട്ട് താഴെ കാണുന്ന ഭാഗത്ത് ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ സ്ലീപ്പിംഗ് മോഡ് നമുക്ക് ഓൺ ചെയ്ത് വെക്കണോ അല്ലെങ്കിൽ ഈവൻറ്റ്സുകൾ ഓൺ ചെയ്ത് വെക്കണോ, ഇനി അതിൽ മറ്റേതെങ്കിലും ഓപ്ഷൻസുകൾ വേണമെങ്കിൽ നമുക്ക് ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കാനൊക്കെ സൗകര്യമുണ്ട്. ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളത്
ഓണായി കിടക്കും. അപ്പോൾ ഇത് ഡി നോട്ട് ഡിസ്റ്റർബ് എൻ്റെത് ഓണാണ്. നോട്ടിഫിക്കേഷൻ ബാറിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇത് ഗ്രീൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ച് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഓൺ ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ക്ലിക്ക് കൊടുത്താൽ ഇതങ്ങ് ഓൺ ചെയ്യാനും സാധിക്കും. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈലൻറ്റ് വർക്ക് ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.